സ്റ്റെഫിനുണ്ട്, കോട്ടൺ ഹിൽ സ്കൂളിലുണ്ട്. സ്റ്റെഫിൻ, ഈ പെൺകുട്ടികൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലാണ് സ്റ്റെഫിൻ ഇപ്പോൾ നിൽക്കുന്നത്. എപ്പോഴും പരീക്ഷകളും അതുപോലെ മറ്റെന്തെങ്കിലും പരിപാടികളൊക്കെ വരുമ്പോഴും കോട്ടൺ ഹിൽ സ്കൂളിന് അതിൻ്റെതായ ഒരു പ്രാധാന്യവും പ്രത്യേകതയും കൽപ്പിച്ച് നൽകാറുണ്ട് നമ്മൾ. തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്, ഇന്നത്തെ ദിവസവും അത് അങ്ങനെയായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ചെറിയ ക്ലാസ്സുകളിൽ അങ്ങനെ ലിംഗവ്യത്യാസമില്ലാതെ അഡ്മിഷൻ കൊടുക്കുന്ന ഒരു രീതിയുണ്ട് കോട്ടൺ ഹിൽ. അതുകൊണ്ട് തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ വന്നിട്ടുണ്ടാവണം പഠിക്കാനല്ലേ? അതേ മൂത്തി എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാണ്. ആളുകളൊക്കെ, ചില കുട്ടികളൊക്കെ കരഞ്ഞൊക്കെ വരുന്നുണ്ട്. അവരെയൊക്കെ മാതാപിതാക്കളും അധ്യാപകരൊക്കെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന കാഴ്ചകൾ ഇത് ആദ്യമായിട്ടാണ് ഇപ്പം ഈ ഒരു കരയുന്ന ആളെ നമ്മൾ കാണുന്നത് വന്നപ്പോഴേ. ഇനിയാണ് ഈ പൊതുചടങ്ങെല്ലാം കഴിഞ്ഞ് ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോഴായിരിക്കും ഈ ഒരു കരച്ചിലും ബഹളമൊക്കെ ഉണ്ടാകുക. പക്ഷേ എന്നാൽ കുറച്ച് പേരുടെ അടുത്ത് വലിയ ചിരിയും സന്തോഷമൊക്കെയാണ്. ഞാനിവിടെ വന്നപ്പോൾ ഇവരെയാണ് ശ്രദ്ധിച്ചത്. ഇവർ രണ്ടുപേരുമാണ് പെട്ടെന്ന് കൂട്ടുകാരായെന്ന് തോന്നുന്നു. നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായോ? നേരത്തെ അറിയാവുന്ന ഇപ്പം പരിചയപ്പെട്ടാണോ? വന്നപ്പം തൊട്ടേ ഇവർ ഭയങ്കര സംസാരം, ബാഗ് കാണിക്കുന്നു. എന്തൊക്കെയാ കാണിച്ചു കൊടുത്തോണ്ടിരുന്നത്? എന്താ ബാഗിലൊക്കെ എന്താ ഉള്ളേ? എല്ലാം പുതിയ ബോട്ടില്, പുതിയ ബാഗ്, പുതിയ കൊട. കൊടയൊന്നും എന്താ കവർ പോലും പൊടിച്ചിട്ടില്ല. എല്ലാം തയ്യാറായി റെഡി ആയിട്ടിരിക്കുക. എത്രല്ല മോള് പഠിക്കുന്നത്? എത്രല്ല? എന്താ പേര്? എവിടുന്നാ വരുന്നേ? എവിടുന്നാ വരുന്നേ? മോളുടെ വീട് എവിടാന്നാ ചോദിച്ചേ? വീട് മുന്നോടെ? ഓ ശരി ശരി. 2ാം ക്ലാസ്സിലാണ് അനിക. മോളെത്തല്ല? 3-ല്. എന്താ പേര്? വേദിക. അപ്പൊ രണ്ടുപേരും ഫ്രണ്ട്സായി, പരിചയപ്പെട്ടു. ഓക്കെ. വേറെ കൂട്ടുകാരൊക്കെ വന്നോ? വന്നിട്ടില്ല. ആഹാ, ഒന്നും കവറൊന്നും പൊട്ടിച്ചിട്ടില്ലല്ലോ. അപ്പൊ എല്ലാം റെഡി ആയിട്ട് വന്നേക്കോ അല്ലേ? അപ്പൊ ഇന്ന് തൊട്ട് തൂത്തുകാര്യം പഠിക്കാൻ പോകും. അപ്പോൾ അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും അങ്ങനെ പൂർത്തിയാണ്. എല്ലാവരും എത്തിയിട്ടുണ്ട്. ചിലരുടെ മുഖത്ത് കരച്ചിലൊക്കെ വരുന്നുണ്ട്, ചിലർ വലിയ സന്തോഷത്തിലൊക്കെ ഇരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ, സന്തോഷത്തിൻ്റെ, ആകാംക്ഷയുടെ ഒക്കെ കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ഇവിടെയൊക്കെ കാണാൻ കഴിയുന്നത്. വലിയ ഒരു സന്തോഷം. ചില ആൾക്കാർ കരയുന്നു. എന്തിനാ കരയുന്നേ? സന്തോഷം ചിരിച്ചിരിക്കും. എന്ത് പറ്റി? അയ്യോ, കരയണ്ട. അയ്യോ ചിരിച്ചിരിക്കും. കൂട്ടുകാരുടെ എന്തെങ്കിലുമൊക്കെ മിണ്ടിക്കൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ. എത്രല്ല പഠിക്കുന്നേ? 3-ല്. മോളെത്തല്ല? 3-ല്. എന്തിനാ കരയുന്നേ? സന്തോഷല്ലേ? ഇനി ഇവിടെ മാജിക് ഷോ ഉണ്ട്, നിങ്ങൾക്ക് കിരീടം കിട്ടും. അയ്യോ, ഇപ്പോഴും വിഷമം നടക്കാനാവുന്നില്ല പുള്ളിക്കാരിക്ക്, കരയാ. എന്നാൽ ചിലരൊക്കെ ഇവിടെ ചിരിച്ച് സന്തോഷിച്ച് നല്ല കളർ ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഏതായാലും 9-ഓടുകൂടി കോട്ടൺ ഹിൽ സ്കൂളിലെ പരിപാടികളൊക്കെ തന്നെ ആരംഭിക്കും. കെ ജയകുമാർ IAS ആണ് ഇവിടുത്തെ ഈ ഒരു പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുക. അങ്ങനെ കുട്ടികളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഇവരുടെ ക്ലാസ് മുറികൾക്കും വലിയൊരു പ്രത്യേകതയുണ്ട്. 1-ാം ക്ലാസ് മുറികൾക്ക്, ആ മുറിയിൽ അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ അവിടെ വരച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള സവിശേഷമായ കാര്യങ്ങളും ഈ കോട്ടൺ ഹിൽ സ്കൂളിലുണ്ട്. അതോടൊപ്പം അവർക്ക് വേണ്ടുന്ന, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ തയ്യാറാണ്. കിരീടമൊക്കെ ഇവിടെ തയ്യാറാണ്. ഇതൊക്കെ ഇവിടുത്തെ അധ്യാപകർ ഉണ്ടാക്കിയതാണ്. അതോടൊപ്പം നമുക്ക് സ്റ്റേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മയിലിൻ്റെ ചിത്രമൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടുത്തെ അധ്യാപകർ ഉണ്ടാക്കിയതാണ്. കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ബാഗ്, ബുക്ക്, കളർ പെൻസിൽ, അങ്ങനെ എല്ലാം ഉണ്ട്. എല്ലാം റെഡിയാണല്ലേ? എല്ലാം സെറ്റാണ്? അതെ. ഇതൊക്കെ ഇവിടെ ടീച്ചർമാരുണ്ടാക്കിയതാണോ? ഇവിടുത്തെ ക്രാഫ്റ്റ് ടീച്ചർ ഉണ്ടാക്കിയതാണ്. നമ്മൾ ഹെൽപ്പ് ചെയ്തു. എല്ലാവർക്കും ഉണ്ടോ ബാഗും ബുക്കും? എല്ലാ കുട്ടികൾക്കും ബാഗും പഠനോപകരണങ്ങളും തൊപ്പിയും ഉണ്ട്, മധുര പലഹാരങ്ങളും ഉണ്ട്. വേറെ എന്തൊക്കെ ഒരുക്കങ്ങളുണ്ട്? പിന്നെ ഞങ്ങൾ പുതിയ പാഠപുസ്തകത്തിലെ പടങ്ങളെല്ലാം വരച്ചിട്ടുണ്ട്. ക്ലാസ് റൂമുകളെല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മാജിക് ഷോ ഉണ്ടോ തോന്നുന്നല്ലേ? മാജിക് ഷോ ഉണ്ടോ? മാജിക് ഷോ ഉണ്ടോ? ഇങ്ങനെ പറയുന്നത് കേട്ടു.
അങ്ങനെ ഒരുപാട് പരിപാടികൾ എന്തായാലും കോട്ടൺ ഹിൽ സ്കൂളിലുണ്ട്. അങ്ങനെ കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടി അവരുടെ ഈ ചിലരെയൊക്കെ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഇപ്പോഴേ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഏതായാലും ഇപ്പം അവർ കരയുന്നു, പക്ഷേ പിന്നീട് അവർ ഓർക്കുമ്പോൾ ചിരിക്കാനും സന്തോഷിക്കാനും ഉള്ള ഓരോ നിമിഷത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്ന് അവർ കുറച്ച് കഴിഞ്ഞൊക്കെ തിരിച്ചറിയും. ഇതാണ് ക്ലാസ് മുറി. വളരെ മനോഹരമായ മടങ്ങി വരാം.